ഹലോ, വെൽക്കം ടു അവർ സെഗ്മെൻറ്റേഷൻ ആൻഡ് പേജിങ്. നമ്മൾ അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസർ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സെഗ്മെൻറ്റേഷൻ, അതുപോലെ പേജിങ്. ഇത് രണ്ടും മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. സെഗ്മെൻറ്റേഷൻ വരുന്നത് 8086 സെഗ്മെൻറ്റേഷൻ വരുന്നത്, പേജിങ് വരുന്നത് 80386 പേജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടൊരു ഇൻറ്റൽ ടെക്നോളജീസാണ്. അപ്പോൾ ആക്ച്വലി 8086 സെഗ്മെൻറ്റഡ് മെമ്മറിയാണ് അതിനുള്ളത്. 1 MB ഫിസിക്കൽ മെമ്മറി ഉണ്ട് 8086 എല്ലാവർക്കും അറിയാം. ആ ഫിസിക്കൽ മെമ്മറിയെ ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ആ സെഗ്മെൻറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. കോഡ് സെഗ്മെൻറ്റ് ഈ ബ്ലൂ കളർ കാണുന്ന അവിടെ തന്നെ വേണം നിർബന്ധമില്ല. ഈ 1 MB എവിടെ വേണമെങ്കിലും കോഡ് സെഗ്മെൻ്റ് ആക്കാം. അതുപോലെ ഡാറ്റ സെഗ്മെൻറ്റ് എവിടെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇറ്റ് ക്യാൻ അഡ്രസ് 1 MB ഓഫ് ഫിസിക്കൽ മെമ്മറി. In order to address 1 MB of physical memory, we should have 2⁻20 address lines. അല്ലേ? 2⁻20 ആണ് 1 MB എന്ന് പറയുന്നത്. അപ്പോൾ 20 അഡ്രസ് ലൈൻസ് നമുക്ക് ആവശ്യമുണ്ട്. 20 ബിറ്റ് അഡ്രസ് ലൈൻ വേണം. പക്ഷേ ഞങ്ങൾക്ക് 16 ബിറ്റ് ഡാറ്റ രജിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 8086 16 ബിറ്റ് ഡാറ്റ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 20 ബിറ്റ് അഡ്രസ് ലൈനിലൂടെ കടന്നു പോകേണ്ട ഈ ഫിസിക്കൽ അഡ്രസ്, അത് 20 ബിറ്റാണ്. ആ ഫിസിക്കൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ഇല്ല. നമുക്കൊരു സിംഗിൾ രജിസ്റ്ററിലൂടെ ഈ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ 20 ബിറ്റ് അഡ്രസ് ലൈൻസിലൂടെ 20 ബിറ്റ് അഡ്രസ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു മെക്കാനിക്സ് ആണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഗ്മെൻറ്റേഷൻ ആക്ച്വലി സംഭവിക്കുന്നത് സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്നൊരു സംഭവമുണ്ട്. കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ. അങ്ങനെയുള്ള സെഗ്മെൻറ്റ് രജിസ്റ്റർ ആക്ച്വലി 16 ബിറ്റാണ്. അതുപോലെ 16 ബിറ്റുള്ള ഓഫ്സെറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രജിസ്റ്റർ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻസ്ട്രക്ഷൻ പോയിന്റർ, ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പറയാം. ഈ സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ കണ്ടന്റിനെ വലത്ത് സൈഡിൽ 0000 4 സീറോകൾ ആഡ് ചെയ്യും, ഹെക്സാഡെസിമൽ സീറോസ് ആഡ് ചെയ്യും. എന്നിട്ട് ഈ ഓഫ്സെറ്റ് വാല്യൂ അപ്പം കിട്ടുന്ന 20 ബിറ്റ് ആയിരിക്കും ഇതല്ലേ. ഈ ഓഫ്സെറ്റ് വാല്യൂ ഉള്ള വാല്യൂവും 16 ബിറ്റ് വാല്യൂവും ഈ ടോട്ടൽ 20 ബിറ്റ് വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് ഉണ്ടാക്കും. ഈ ഒരു മെക്കാനിസത്തിനാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് 8086 മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെഗ്മെൻറ്റ് രജിസ്റ്റർ, അതുപോലെ ഓഫ്സെറ്റ് വാല്യൂ സേവ് ചെയ്ത് വയ്ക്കുന്ന രജിസ്റ്റർ, അത് ഫോർ എക്സാമ്പിൾ ഓരോ സെഗ്മെൻറ്റിനും ഡിഫറെൻറ്റ് ഓഫ്സെറ്റ് രജിസ്റ്റർ കോമ്പിനേഷനാണ് ഉള്ളത്. ഇപ്പോൾ കോഡ് സെഗ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓഫ്സെറ്റ് സേവ് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ പോയിന്ററിലാണ്. സ്റ്റാക്ക് സെഗ്മെൻ്റ് ആണെങ്കിൽ അത് SP-യിലാകാം, അല്ലെങ്കിൽ ബേസ് പോയിന്ററിലാകാം, അല്ലെങ്കിൽ സ്റ്റാക്ക് പോയിന്ററിലാകാം. അതുപോലെ ഡാറ്റ സെഗ്മെൻ്റ് ആണെങ്കിൽ ബേസ് രജിസ്റ്ററിലാകാം, BX-ലാകാം, SA-യിലാകാം. DS-ലാണെങ്കിൽ ഡാറ്റ സെഗ്മെൻറ്റിലാണെങ്കിൽ അത് DA-യിലാകാം. ES-ലാണെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണെങ്കിൽ അത് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിലാകാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓരോ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഫ്സെറ്റ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കോഡ് സെഗ്മെൻറ്റിൻ്റെ അകത്തുള്ള ഡാറ്റ 34BA ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇൻസ്ട്രക്ഷൻ പോയിന്റുള്ള ഡാറ്റ നമ്മൾ പറഞ്ഞു. കോഡ് സെഗ്മെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓഫ്സെറ്റ് സൂക്ഷിക്കുന്ന സ്ഥലം ഇൻസ്ട്രക്ഷൻ പോയിന്ററാണ്. ഇൻസ്ട്രക്ഷൻ പോയിന്റുള്ള ഡാറ്റ 3AB4 ആണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ 34BA കോഡ് സെഗ്മെൻറ്റിലുണ്ട്. 34BA കൂടെ ഒരു 0 ആഡ് ചെയ്യും. 34BA വലതുവശത്ത് 0 ആഡ് ചെയ്യും. ഈ 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 0000 ആണ്. കാരണം ഈ പറയുന്നതൊക്കെ തന്നെ ഹെക്സാഡെസിമൽ ആണ്. ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ വലതുവശത്ത് ഒരു 0 ആഡ് ചെയ്യും, 0000 ആഡ് ചെയ്യും. അതിനുശേഷം അതിന് കൂടി IP ആഡ് ചെയ്യും, 8AB4. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ സെഗ്മെന്റ് രജിസ്റ്ററിലൂടെ 0 ആഡ് ചെയ്യുന്നു, ഓഫ്സെറ്റ് വാല്യൂ അതിലൂടെ ആഡ് ചെയ്യുന്നു, 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് കിട്ടുന്നു. അപ്പോൾ 0+4 A+B 15 1 ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ കിട്ടുന്ന 3D654 നമുക്ക് ഉത്തരം കിട്ടി. ഈ 3D654 ആണ് ഇപ്പോഴത്തെ ഇത് രണ്ടും കൂടി കിട്ടുന്ന അഡ്രസ്സ്. അതാണ് അഡ്രസ്സ്. അപ്പോൾ ഈ കോഡ് സെഗ്മെൻറ്റിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 34BA0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എത്രമാത്രം ഓഫ്സെറ്റ് ആഡ് ചെയ്യുന്നു? ഇപ്പം 8AB4 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ, അത്ര മാത്രം ഓഫ്സെറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ 34BA0 മുകളിലാണ് എഴുതിയിരിക്കുന്നത്. ചിലതിൽ നേരെ തലടിച്ച് താഴെ എഴുതിയിട്ടുണ്ടാവും. താഴെ 0000 സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. ഇത് ലോ അഡ്രസ് മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സെഗ്മെൻറ്റേഷൻ്റെ എക്സാമ്പിളാണിത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പോൾ ഹെക്സാഡെസിമൽ എഴുതി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡാറ്റ സെഗ്മെന്റ് 1000 ഹെക്സാഡെസിമൽ H 29H ഓഫ്സെറ്റ്. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? 1000 അല്ലേ? അതിൻ്റെ കൂടെ വലതുവശത്ത് 0 ആഡ് ചെയ്തു, 29 അല്ലേ? എന്നിട്ട് ഓരോ ബിറ്റുകൾ ആഡ് ചെയ്തു. ഇതാണ് ആക്ച്വൽ അഡിഷൻ പ്രോസസ്സ്. നമ്മൾ നേരത്തെ ഹെക്സാഡെസിമൽ പറഞ്ഞെങ്കിലും ആക്ച്വലി അതൊരു ബൈനറി ആയിട്ടാണ് നടക്കുന്നത്. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബൈനറി നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള എഴുതാനും പിടിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെക്സാഡെസിമൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോ ഇറ്റ്സ് ഈ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മെമ്മറി, ഫിസിക്കൽ മെമ്മറിയിൽ ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കോഡ് സെഗ്മെന്റിലുള്ളത്, ഇത് എക്സാമ്പിൾ മാത്രം കേട്ടോ. കോഡ് സെഗ്മെന്റിൽ 34BA ആണെങ്കിൽ 34BA അവിടെ മുതൽ FFFF വരെ എനിക്ക് ഓഫ്സെറ്റ് വരാം. അപ്പോൾ 64KB, FFF എന്ന് പറഞ്ഞാൽ 64KB ആണ്. ഈ 64KB വരെ ഇപ്പോൾ 34BA0 മുതൽ 44B9F വരെ എനിക്ക് കോഡ് സെഗ്മെന്റ് ഉപയോഗിക്കാം. മനസ്സിലായി? അതായത് എവിടെയാണോ ഈ CS രജിസ്റ്റർ ഉള്ളത് എന്താണോ അതിൻ്റെ കൂടെ FFFF വരെ പോകാം. അതാണ് മീനിങ്. അങ്ങനെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? അതാണ് അത്രയും 64KB വരെ എനിക്ക് കിട്ടും, ഏരിയ കിട്ടും. ആർക്ക്? ഓരോ സെഗ്മെന്റിനും 64KB വരെ സൈസ് കിട്ടും. ഓക്കെ, നൗ ഈ സംഭവം നടക്കുന്നത് ആക്ച്വലി സെഗ്മെന്റേഷൻ പ്രോസസ്സാണ്. അത് 8086 മെമ്മറി ടെക്നിക്കാണ്. ഇതേ സാധനം തന്നെ 80386 റിയൽ അഡ്രസ്സിംഗ് മോഡലിൽ ഇതേ മെത്തഡാണ് ഉപയോഗിക്കുന്നത്, സെഗ്മെന്റേഷൻ. അവിടെ സെഗ്മെന്റേഷൻ മാത്രമേ ഉള്ളൂ. കാരണം റിയൽ അഡ്രസ് മോഡൽ 80386 വിൽ ആക്ട് ആസ് എ ഫാസ്റ്റ് 8086 ആണ്. നമ്മൾ പഠിച്ചാണത്. 8086 പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. പക്ഷേ ബിറ്റ് രജിസ്റ്ററൊക്കെ 32 ബിറ്റ് ആയി കിടന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് 16 ബിറ്റ് ഉണ്ട്. എക്സാമ്പിൾ ആണ്. സെഗ്മെന്റ് രജിസ്റ്റർ ഇവിടെ 20 ബിറ്റ് ആക്കുന്നുണ്ട്. 0 ആഡ് ചെയ്ത ശേഷം 20 ബിറ്റ് ആക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ നേരെ ഒരു ഫിഗർ മാത്രമേ ഉള്ളത്. അപ്പോൾ ഈ ഓഫ്സെറ്റും ഈ 20 ബിറ്റും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും നമുക്ക്. 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും. അത് എവിടെയാണെന്ന് വിചാരിച്ചാൽ ഈ ഫിസിക്കൽ മെമ്മറിയുടെ എവിടെ വേണമെങ്കിലും പോകാം. ഓക്കെ, ആ 64 ബിറ്റ് സെഗ്മെന്റിന്റെ സ്റ്റാർട്ടിങ് കിട്ടുന്നത് സെഗ്മെന്റ് സെലക്ടർ എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അതാണ് സെഗ്മെന്റിന്റെ സെലക്ട് ചെയ്യുന്നത്. അതിന് കൂടെ ഓഫ്സെറ്റ് ആഡ് ചെയ്യുന്നത് ഈ ഓഫ്സെറ്റിലെ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഒരു സെഗ്മെന്റിന്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ 64KB ആണ്. എങ്ങനെയാണ് 64KB മാക്സിമം സൈസ് ആവുന്നത്? കാരണം ഈ ഓഫ്സെറ്റിന്റെ വാല്യൂ മാക്സിമം എന്താ സംഭവിക്കുക? FFFF എന്ന് പറഞ്ഞാൽ 64KB ആണ്. ഓക്കെ, നൗ ഈ 8086 വരുന്ന, സോറി ഇത് 60386 എന്നുള്ളത്, സോറി 80386 ആണ്. 80386 ഞാൻ ഇപ്പം തന്നെ അത് മാറ്റാം. ഗെറ്റ് കൺഫ്യൂഷൻ. ഓക്കെ, 80386 രണ്ട് ടൈപ്പ് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ഉണ്ട്. വൺ ഈസ് വെൻ പേജിംഗ് ഈസ് ഡിസേബിൾഡ് ആൻഡ് അനദർ തിങ് ഈസ് പേജിംഗ് ഈസ് എനാബിൾഡ്. ഇതാണ് രണ്ട് മെത്തേഡ് ഉള്ളത്. അത് പേജിംഗ് ഡിസേബിൾഡ് എന്ന് വെച്ചാൽ സാധാരണ സെഗ്മെന്റേഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. ദ ഓഫ്സെറ്റ് ഈസ് ആഡഡ് വിത്ത് സെഗ്മെന്റ് ബേസ്ഡ് അഡ്രസ് ടു കാൽക്കുലേറ്റ് ലീനിയർ അഡ്രസ്. എപ്പോഴും പേജിംഗ് ഡിസേബിൾഡ് ആകുമ്പോൾ. And the linear address is further used as physical address if paging unit is disabled. Otherwise, paging unit converts the linear address into physical address. അപ്പോൾ നമുക്ക് ഈ ലീനിയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം. എന്താണ് ഈ ലീനിയർ അഡ്രസ്, എന്താണ് ഈ ലോജിക്കൽ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്? ആക്ച്വലി ലോജിക്കൽ അഡ്രസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ അകത്ത് ഉപയോഗിക്കുന്ന അഡ്രസ്സിനാണ് ലോജിക്കൽ അഡ്രസ് എന്ന് പറയാം. ഫിസിക്കൽ അഡ്രസ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള അഡ്രസ്സിനെയാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയാം. അപ്പം നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. ഓക്കെ, അത് ഇവിടെ കാണുന്നുണ്ട്. ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. അതിനിടയിൽ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ്സിനെ ലീനിയർ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് സെഗ്മെന്റേഷൻ. പേജിംഗ് ഡിസേബിൾഡ് ആണെങ്കിൽ ഈ ലീനിയർ അഡ്രസ്സ് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്സ്. പേജിംഗ് ഡിസേബിൾഡ് ആണെങ്കിൽ ലീനിയർ അഡ്രസ്സ് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്സ്. അതാണ് നമ്മൾ നേരത്തെ ഈ 8086 കേസിൽ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്ന സംഭവം ഇതാണ്. ലോജിക്കൽ അഡ്രസ്സിനെ ലീനിയർ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതെങ്ങനെ കൺവേർഷൻ എങ്ങനെയാണ്? ആ സെഗ്മെന്റേഷൻ പ്രോസസ്സ് 0 വലതുവശത്ത് ആഡ് ചെയ്തിട്ട് ഓഫ്സെറ്റ് കൂട്ടുന്നത്, അതാ സംഭവം. അപ്പോൾ പേജിംഗ് ഡിസേബിൾഡ് ആണെങ്കിൽ ലീനിയർ അഡ്രസ് ഈക്വൽ ഫിസിക്കൽ അഡ്രസ്. അങ്ങനെയാണെങ്കിൽ പേജിംഗ് എനാബിൾഡ് എന്താണ്? പേജിംഗ് എനാബിൾഡ് ആണെങ്കിൽ
ഈ സെഗ്മെന്റേഷൻ വഴി വന്ന ലീനിയർ അഡ്രസ്സിനെ പേജ് ട്രാൻസ്ലേഷൻ വഴി ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. പേജ് ട്രാൻസ്ലേഷൻ. ആ പേജ് ട്രാൻസ്ലേഷൻ ടെക്നിക്കിനെയാണ് പേജിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലീനിയർ അഡ്രസ്സിനെ ലോജിക്കൽ അഡ്രസ്സിന് ലീനിയർ കൺവേർട്ട് ചെയ്യുന്ന സെഗ്മെന്റേഷൻ, ആ സെഗ്മെന്റേഷൻ പ്രോസസ്സ് PVIM മോഡിൽ 80386 PVIM മോഡ് വിത്തൗട്ട് പേജിങ്ങിന്റെ ഒരു ഫിഗർ ഇങ്ങനെ വരിക. അവിടെ ഒരു 48 ബിറ്റ് പോയിന്റർ ഉണ്ട്. 48 ബിറ്റ് പോയിന്ററിന്റെ 16 ബിറ്റ് ഓഫ്സെറ്റും 32 ബിറ്റ് സെലക്ടർ ബിറ്റാണ് ഉള്ളത്. അപ്പോൾ ഈ സെലക്ടർ ബിറ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? ഒരു സെഗ്മെന്റ് ഡിസ്ക്രിപ്റ്റ് ടേബിൾ. സെലക്ടർ ബിറ്റ് നേരെ സെഗ്മെന്റ് ഡിസ്ക്രിപ്റ്റ് ടേബിളിലേക്ക് പോയിന്റ് ചെയ്യുക. ആ സെഗ്മെന്റ് ഡിസ്ക്രിപ്റ്റ് ടേബിൾ എന്ന് വെച്ചാൽ 8 ബൈറ്റാണ്, 64 ബിറ്റാണ് ഉള്ളത്. 8 ബൈറ്റ് ഉണ്ട്. അതിൽ ഈ ബേസ് എന്ന് വെച്ചാൽ 32 ബിറ്റാണ്. ഇത് രണ്ടും കൂടി 32 ബിറ്റാണ്. ഓക്കെ, അപ്പം വളരെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ലിമിറ്റ് എന്ന് പറയുന്നതും ആക്സസ് റൈറ്റ് എന്ന് പറയുന്നതും അത് ഓരോന്നും ആക്ച്വലി ഓരോ ബിറ്റ് വൈസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ബിറ്റ് ഓരോ പെർപ്പസിനോട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഡീപ്പായി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സെലക്ടർ പോയിന്റർ എന്ത് ചെയ്യുന്നു? ബേസിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ആ ബേസിലുള്ള കണ്ടന്റ് ഓഫ്സെറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ഈ 32 ബിറ്റും ഈ 16 ബിറ്റും കൂടി ആഡ് ചെയ്യുന്നു. നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറിയിൽ ഡയറക്റ്റ് ലീനിയർ അഡ്രസ്സാണ്. ഈ ലീനിയർ അഡ്രസ്സ് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്സും. അപ്പം ഈ ഒരു കൺവേർഷൻ സെലക്ടറിലുള്ള സാധനം അത് ലോജിക്കൽ അഡ്രസ്സാണ്. അതും നമ്മൾ ഓഫ്സെറ്റ് ആഡ് ചെയ്തിട്ട് ഈ ലീനിയർ അഡ്രസ്സ്, ഈ ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിന് മെത്തേഡാണ് സെഗ്മെന്റേഷൻ. ഓക്കെ, അത് ഈ കാണുന്ന മാക്സിമം 64 KB പോകാം. ടോട്ടൽ ഉള്ളത് 4 GB ആണ്. ഫിസിക്കൽ മെമ്മറി ആരുടെ കേസിൽ 80386. ഓക്കെ, നൗ പേജിങ് എനാബിൾഡ് ആണെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിനെ ലീനിയർ അഡ്രസ്സൊക്കെ മാറ്റുന്നത് സെഗ്മെന്റേഷൻ. ഇപ്പോൾ പറഞ്ഞത് ഈ ലീനിയർ അഡ്രസ്സിനെ പിന്നെയും നമ്മൾ ചെറിയ പരിപാടി ചെയ്യണം, എന്നാലേ ഫിസിക്കൽ അഡ്രസ് ആവുള്ളൂ. ഇവിടെ ലീനിയർ അഡ്രസ് ഒന്നും ചെയ്യേണ്ട, ലീനിയർ അഡ്രസ് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്. പക്ഷേ ഇവിടെ പേജിങ് എനാബിൾ ചെയ്യുമ്പോൾ ലീനിയർ അഡ്രസ് ഈസ് കൺവേർട്ടഡ് ടു ഫിസിക്കൽ അഡ്രസ് ത്രൂ പേജ് ട്രാൻസ്ലേഷൻ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പേജിങ്. അപ്പോൾ 80386 PVIM മോഡ് വിത്ത് പേജിങ് എനാബിൾഡ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം വളരെ ചുരുക്കിയിട്ട് മലയാളത്തിൽ പറയുകയാണ്. നമ്മൾ മെറ്റീരിയലൊക്കെ തന്നിട്ടുണ്ട്, എന്നിരുന്നാലും മനസ്സിലാക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയുകയാണ്. പേജിങ് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ 80386 PVIM മോഡ് എങ്ങനെ ഉണ്ടാകും? അപ്പോൾ ഇതുവരെ ഇവിടെ മുതൽ ഇവിടെ വരെ ഇവിടെ സെഗ്മെന്റേഷൻ ആണ്, കണ്ടില്ലേ? സെഗ്മെന്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് പേജിങ് ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സെഗ്മെന്റ് സെലക്ടർ ഉണ്ട്, ഓഫ്സെറ്റ് ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്ത് ഈ ലീനിയർ സ്പേസിൽ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഫിസിക്കൽ അഡ്രസ് അല്ല, ലീനിയർ അഡ്രസ്. പേജിങ് ഇല്ല എങ്കിൽ, ഡിസേബിൾഡ് ആണെങ്കിൽ ഇവിടെ വെച്ച് തീർന്നു. ഇത് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്, ലീനിയർ അഡ്രസ്. പക്ഷേ ഈ ലീനിയർ അഡ്രസ്സിനെ പേജിങ് ഓൺ ആണെങ്കിൽ, പേജിങ് എനാബിൾഡ് ആണെങ്കിൽ, പേജിങ് എനാബിൾ എങ്ങനെയാണെന്നുള്ളത് പേജിങ് എനാബിൾ ബിറ്റ് അവിടെ CR0 പേജിങ് എനാബിൾഡ് ആക്ടിവേറ്റ് ചെയ്യണം. ഇത് പറഞ്ഞതാണ്. അപ്പോൾ പേജിങ് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീനിയർ അഡ്രസ്സ് എവിടെ പോയിന്റ് ചെയ്യുന്നു? ലീനിയർ അഡ്രസ്സിലുള്ളത് ഡയറക്ടറി, പേജ് ഡയറക്ടറി, പേജ് ടേബിൾ, പേജ് ഓഫ്സെറ്റ്, അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഈ ലീനിയർ അഡ്രസ്സിനെ മാറ്റിയിട്ടുണ്ട്. ഈ ലീനിയർ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റാണ് ഉള്ളത്. അത് ആദ്യത്തെ 12 ബിറ്റ്സ് ഓഫ്സെറ്റും 10 ബിറ്റ് ടേബിളും പേജ് ഓഫ്സെറ്റ്, പേജ് ടേബിൾ, പേജ് ഡയറക്ടറി, ഇങ്ങനെ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡയറക്ടറി, ഈ മെക്കാനിസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഡയറക്ടറിയിലുള്ള 32 ബിറ്റ് എന്ത് ചെയ്യും? CR3യിലുള്ള കണ്ടന്റ് ആയിട്ട് 32 ബിറ്റ് ആയിട്ട് ആഡ് ചെയ്യും. ഡയറക്ടറി ഉള്ളത് CR3യിൽ കണ്ടന്റ് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പേജ് ഡയറക്ടറിയിലേക്ക് പോയിന്റ് ചെയ്യും. പേജ് ഡയറക്ടറിയിലേക്ക് ഒരു അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യും. അതിന് അഡ്രസ്സ് കിട്ടും. ഓക്കെ, പേജ് ഡയറക്ടറിയിൽ അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിലുള്ള കണ്ടന്റും പേജ് ടേബിളിലെ 10 ബിറ്റ് കണ്ടന്റ് ആയിട്ട് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യുമ്പോൾ പേജ് ടേബിളിൻ്റെ അഡ്രസ്സ് കിട്ടും. പേജ് ടേബിളിൻ്റെ അഡ്രസ്സും ഈ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടിയിട്ട് ആഡ് ചെയ്യും. രണ്ടും ആഡ് ചെയ്യുമ്പോൾ പേജ് ഫ്രെയിം, അതായത് ഫിസിക്കൽ മെമ്മറി, പേജ് ഫ്രെയിം കിട്ടും. പേജ് ഫ്രെയിം മീൻസ് അത് 4 KB മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. പേജ് ഫ്രെയിം, ഈച്ച് പേജ് ഫ്രെയിം. ചുരുക്കിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ സെലക്ടർ, ഓഫ്സെറ്റ് ഉണ്ട്, രണ്ടും കൂടിയിട്ട് ഡിസ്ക്രിപ്റ്റ് ടേബിൾ എത്തി, ഓഫ്സെറ്റ് ആഡ് ചെയ്തു, ലീനിയർ അഡ്രസ്സ് കിട്ടി. ഇവിടെ ഇത്ര വരെ സെഗ്മെന്റേഷൻ ആണ്. സെഗ്മെന്റേഷൻ ഡയറക്ടറിൽ കണ്ടന്റ് പോയി, CR3യിൽ ആഡ് ചെയ്തു, പേജ് ഡയറക്ടറി കണ്ടന്റ് കിട്ടി, അതിവിടെ എടുത്ത് പേജ് കണ്ടന്റ് ആഡ് ചെയ്തു, പേജ് ടേബിൾ കണ്ടന്റ് കിട്ടി, അവിടെ നിന്ന് എടുത്ത് ഓഫ്സെറ്റ് ആഡ് ചെയ്തു, പേജ് ഫ്രെയിം ഫിസിക്കൽ അഡ്രസ്സ് കിട്ടി. ഇത് 4 KB ആണ്. ഇനി ഈ പേജ് ഫ്രെയിം ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ആക്ച്വലി സംഭവിക്കുന്നത് നമുക്കിപ്പോൾ 4 GB ഫിസിക്കൽ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 GB ഫിസിക്കൽ മെമ്മറിനെ 64 TB വെർച്വൽ മെമ്മറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൈക്രോ പ്രോസസറെ സംബന്ധിച്ചിടത്തോളം CPU-ന് ഈ മെമ്മറിയെ നോക്കുമ്പോൾ ഈ 4 GB ഉള്ള മെമ്മറി 64 TB ഉള്ള
വെർച്വൽ മെമ്മറി ആയിട്ട് ഫീൽ ചെയ്യും. അതെങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതിനാണ് ഈ പേജിങ് ടെക്നിക്ക്. ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ടാസ്കും ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞ ടാസ്കുകൾ അല്ലെങ്കിൽ അടുത്തൊന്നും ഉപയോഗിക്കുന്നില്ല തോന്നുന്ന ഡാറ്റകൾ നമ്മൾ നേരെ ഡയറക്റ്റ് ഈ ഫിസിക്കൽ മെമ്മറി എവിടെ കൊണ്ടുവെക്കും? സെക്കൻഡറി മെമ്മറി കൊണ്ടുവെക്കും. നമ്മൾ ആക്ച്വലി ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറിയാണ്. CPU എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രൈമറി മെമ്മറിയോടാണ്, അതായത് റാം അല്ലേ, നമ്മുടെ റാം. പക്ഷേ ഫിസിക്കൽ മെമ്മറി ഒരു സാധനം അവിടെയുണ്ട്. ഫിസിക്കൽ മെമ്മറി അല്ല, സെക്കൻഡറി മെമ്മറി, നമ്മൾ ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്കിലേക്ക് എന്ത് ചെയ്യും? കുറച്ച് സാധനങ്ങൾ കൊണ്ടുവെക്കും. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡോ പവർ പോയിന്റോ എന്തോ ആവട്ടെ, നമ്മൾക്ക് സ്ക്രീനിലേക്ക് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ എവിടെ നിന്നാണ്? റാം എന്നാണ്. അങ്ങനെയാണ് വെപ്പ്. പക്ഷേ മൾട്ടിപ്പിൾ ടാസ്കുകൾ വരുമ്പോൾ ഈ റാമിലെ കണ്ടന്റ് കുറച്ച് സമയത്തേക്ക് സെക്കൻഡറി മെമ്മറി ഹാർഡ് ഡിസ്കിലേക്ക് കൊണ്ടുവെക്കും. ഓക്കെ, ഹാർഡ് ഡിസ്ക് കൊണ്ടുപോകും. ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറി മീൻസ് ഹാർഡ് ഡിസ്ക് ആകാം, അല്ലെങ്കിൽ SSD ഡിസ്ക് ആകാം, എന്തോ ആകാം. ആ സെക്കൻഡറി മെമ്മറി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് വെച്ചെടുക്കും. അപ്പം നമുക്ക് എത്ര ഈ 64 ടെറാബൈറ്റ് എന്താ പറയുക, വെർച്വൽ മെമ്മറി ഉള്ള ഒരു ഫീലിംഗ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഡീപ്പായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് പോയി നോക്കാം, പലതരത്തിലുള്ള വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞതാണ്, ഇവിടെ എല്ലാം ഉണ്ട്. ഈ സിംഗിൾ സ്ലൈഡിൽ ലോജിക്കൽ അഡ്രസ്സിനെ ലീനിയർ അഡ്രസ് കൺവേർട്ട് ചെയ്യുന്ന സെഗ്മെൻറ്റേഷൻ, പേജിങ് എനാബിൾഡ് ആണെങ്കിൽ ഈ സെഗ്മെൻറ്റേഷൻ വഴി സെഗ്മെൻറ്റേഷൻ ശേഷം പേജ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പേജിങ് ഉണ്ടാവും, അവിടെ ലീനിയർ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് കൺവേർട്ട് ചെയ്യും. ദാറ്റ്സ് ഓൾ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെ കമൻറ്റ്സ് എഴുതാം, അല്ലെങ്കിൽ vinodlecture@gmail.com അവിടെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. താങ്ക് യു.